ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൗലോസും അലീനയും തമ്മിൽ വീണ്ടും വാക്തർക്കങ്ങൾ നടക്കുവാണ്. അന്നേരം വല്യപ്പച്ചൻ കയറി ഇടപെടുന്നുണ്ട്. എടാ, മോള് പറഞ്ഞത് നിനക്ക് അനുസരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് തീർത്തും പറയുന്നുണ്ട്, എന്നെ ജോലിക്ക് വെച്ചിരിക്കുന്നതേ കേണൽ സാബ, അല്ലാതെ ഈ കൊച്ചൊന്നല്ല. ഞാൻ ഇവിടെ നിന്ന് പോണെങ്കിൽ അത് കേണൽ സാബ് പറഞ്ഞിട്ടേ ഉള്ളൂ. അന്നേരം അലീനയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് അലീന പറയും, കേണൽ സാറിന്റെ മകളായി ഈ പറയുന്നേന്. പക്ഷേ പൗലോസ് അതൊന്നും വക വെക്കുന്നില്ല കേട്ടോ. നേരെ പോയിട്ട് സ്റ്റാൻലി ജോസഫിനോട് പറയാണ് കേട്ടോ വീണ്ടും അടി നടന്നതായിട്ട്. പിന്നെ ഇല്ലാത്ത കുറച്ച് നുണയൊക്കെ കയറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വഴക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അലീനയുടെ റൂമിൽ പോയിട്ട് ഇരിക്കുവാണ്. സ്റ്റാൻലി ആണെങ്കിൽ ഈ ഒരു കേട്ട ഷോക്കില് നേരെ വന്നിട്ട്, അലീന, ഇവിടുത്തെ ജോലിക്കാർ മുഴുവൻ ഞാൻ പറയുന്നത് കേൾക്കുന്നവരാ. നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു അവരുടെ അടുത്ത് പോയിട്ട് അടി ഉണ്ടാക്കരുതെന്ന്. ഞാനേ ഒരുപാട് വിഭവങ്ങൾക്ക് മുൻപിൽ ഊണിലിരുന്ന് ശീലിച്ചതാ. അതിലെത്ര ശതമാനം വേസ്റ്റായി പോകുന്നു, എത്ര ശതമാനം കഴിച്ചു എന്നൊന്നും ചിന്തിച്ച് ഞാൻ തല പുണ്ണാക്കാറില്ല എന്നൊക്കെ അലീനയുടെ മുഖത്ത് നോക്കി ഒറ്റയടിക്ക് പറയുമ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ ഷോക്കായി നിന്ന് പോവാ. എന്നിട്ട് കരഞ്ഞും കൊണ്ട് പറയുന്നുണ്ട്, അച്ഛൻ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേ കഴക്കൂട്ടത്തെ ഓർഫനേജിൽ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾക്ക് എച്ചിലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു എന്നും പറഞ്ഞ അലീന അങ്ങ് കരയുവാണ് കേട്ടോ. അത് കണ്ടിട്ട് നമ്മുടെ സ്റ്റാൻലി ആകെ പകച്ച് നിൽക്കുവാണ്. മകളോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി നമ്മുടെ സ്റ്റാൻലിക്ക്. അത്രയായിരുന്നു ഇന്നത്തെ പ്രൊമോയിലെ